വിമാനങ്ങളും ഗൂഗിൾ മാപ്പും അടക്കമുള്ള ആധുനിക യാത്രാ സൗകര്യങ്ങൾ അപ്രാപ്യമായ കാലത്ത് കരയും കടലും താണ്ടി 29 വർഷത്തോളം രാജ്യങ്ങളുടെ അതിർവരമ്പുകൾക്കപ്പുറത്ത് സഞ്ചരിച്ച ഒരു അത്ഭുത സഞ്ചാരിയായിരുന്നു ഇബ്നു ബത്ത എന്ന മുഹമ്മദ് ബിൻ അബ്ദുള്ള അല്ലവാത്തി. ഇബ്നു ബത്തൂത്ത എന്ന ലോക സഞ്ചാരിയെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഞാൻ അഷ്കർ മൽബാർ. വൺസ് അഗൈൻ വെൽക്കം ടു മൈ ചാനൽ. മക്കയെ ലക്ഷ്യമാക്കി തുടങ്ങിയ യാത്ര പിന്നീട് ഏഷ്യൻ, ആഫ്രിക്കൻ, യൂറോപ്യൻ ഭൂഖണ്ഡാന്തരങ്ങളിലൂടെ മാനവ സംസ്കൃതിയുടെ വൈവിധ്യങ്ങളെ തൊട്ടും തലോടിയും സഞ്ചരിച്ച അദ്ദേഹം അക്കാലത്തെ ലോക ചരിത്രത്തെക്കുറിച്ച് വലിയ സംഭാവന നൽകിയ ചരിത്രകാരൻ കൂടിയാണ്. 1304 ഫെബ്രുവരി 24 മൊറോക്കോയിലെ ടാൻജിയാറിൽ ജനിച്ച ഇദ്ദേഹം ടാൻജിയാറിൻ്റെ ന്യായാധിപനും മതപണ്ഡിതനുമായിരുന്നു. കൂടാതെ ഒരു സഞ്ചാരി, ചരിത്രകാരൻ എന്നതിനു പുറമെ കർമ്മശാസ്ത്ര പണ്ഡിതൻ, സൂഫി വര്യൻ, യോദ്ധാവ്, നയതന്ത്ര വിദഗ്ധൻ എന്നീ നിലകളിലെല്ലാം അറിയപ്പെട്ട അദ്ദേഹം 1,24,000 കിലോമീറ്റർ ദൂരം നടന്നു തീർത്തെന്നാണ് ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നത്. 1325 ജൂണിൽ മക്കയിലേക്ക് തിരിക്കുമ്പോൾ ഒരു നീണ്ട യാത്രയുടെ നാന്ദിയാവുമെന്ന് അദ്ദേഹം നനച്ചിരുന്നില്ല. മക്ക ലക്ഷ്യമാക്കി ആഫ്രിക്കയുടെ വടക്കേ തീരത്തുകൂടെ അൾജീരിയയും ടുണീഷ്യയും അലക്സാണ്ട്രിയയും കടന്ന് കൈറോയിലെത്തി. അവിടെ ഒരു മാസം താമസിച്ചു. കൈറോയിൽ നിന്ന് ഹാജിമാർ സാധാരണ യാത്ര ചെയ്യാറുള്ള 3 റൂട്ടുകൾ ഒഴിവാക്കി ആരും യാത്ര ചെയ്യാത്ത മറ്റൊരു വഴിയാണ് അദ്ദേഹം മക്കയിലേക്ക് തിരഞ്ഞെടുത്തത്. നൈൽ തീരത്തുകൂടെ ചെങ്കടൽ ഭാഗത്തെത്തിയ അദ്ദേഹത്തിന് പ്രാദേശിക സംഘങ്ങളെ തുടർന്ന് കൈറോയിലേക്ക് തന്നെ മടങ്ങേണ്ടിയും വന്നു. അപ്പോഴാണ് സിറിയ വഴി മാത്രമേ മക്കയിലെത്താനാകൂവെന്ന് അദ്ദേഹത്തെ ചില യാത്രികർ ഉപദേശിച്ചത്. മസ്ജിദുൽ ഖലീസ്, ഖുദ്സ്, ബൈത്തുലഹം തുടങ്ങിയ പുണ്യസ്ഥലങ്ങൾ ഈ റൂട്ടിലുണ്ടെങ്കിലും മംലൂക്ക് ഭരണാധികാരികൾക്ക് ഹാജിമാരുടെ പാതകൾ സുരക്ഷിതമാക്കാൻ സാധിച്ചിരുന്നില്ല. അത് കാരണം ഹാജിമാർ പലപ്പോഴും മരുഭൂമിയിൽ കൊള്ളക്കാരുടെ ആക്രമണത്തിന് വിധേയരായിരുന്നു. ഡമസ്കസിൽ നിന്ന് ഒരു സംഘത്തോടൊപ്പം അദ്ദേഹം മദീനയിൽ എത്തുകയും പിന്നീട് മക്കയിലേക്ക് തിരിക്കുകയും ചെയ്തു. ശേഷം നാട്ടിലേക്ക് പോകുന്നതിന് പകരം അദ്ദേഹം ഇറാഖ്, ഇറാൻ, അഫ്ഗാൻ വഴി ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളിലേക്ക് പോവുകയായിരുന്നു. വീണ്ടും മക്കയിലെത്തിയ അദ്ദേഹം ഒരു വർഷത്തോളം അവിടെ താമസിച്ചു. ശേഷം ബാഗ്ദാദ്, നജഫ്, മൊസൂൾ, സഞ്ചാർ, തെബ്രീസ്, ഇസ്തിഫാൻ, യമൻ, സൊമാലിയ, മാലിദ്വീപ് എന്നിവിടങ്ങളിലേക്ക് സഞ്ചാരവും നടത്തി. 1333 സെപ്റ്റംബർ 12 അദ്ദേഹം ഇന്ത്യയിലെത്തിയത്. അന്ന് ഇന്ത്യ ഭരിച്ചിരുന്ന മുഹമ്മദ് ബിൻ തുഗ്ലക് അദ്ദേഹത്തിൻ്റെ ഹാർദവമായി സ്വീകരിച്ചു. കുറച്ചുകാലം അദ്ദേഹത്തിൻ്റെ പരിഭാഷകനായി സേവനവും ചെയ്തു. പിന്നീട് ചൈനയിലേക്ക് പോകാൻ തീരുമാനിച്ചു. ഇക്കാലത്താണ് അദ്ദേഹം മലബാറിൻ്റെ ചില ഭാഗങ്ങൾ സന്ദർശിച്ചത്. മംഗലാപുരത്തു നിന്നും കോഴിക്കോട്ട് നിന്നുമായിരുന്നു അന്ന് ചൈനയിലേക്ക് കപ്പൽ മാർഗം യാത്ര സാധ്യമായിരുന്നത്. അത് കാരണമാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് കോഴിക്കോട്ടെത്തിയത്. ഈജിപ്തിലെ അലക്സാണ്ട്രിയ തുറമുഖത്തിന് സമാനമായിരുന്ന കോഴിക്കോട് തുറമുഖമെന്ന് ഇബ്നു ബത്തൂത്ത തൻ്റെ ഗ്രന്ഥങ്ങളിൽ വിശേഷിപ്പിക്കുന്നുണ്ട്. ചൈന യാത്രക്കിടയിൽ കപ്പൽ തകർന്നതു കാരണം അദ്ദേഹത്തിന് പല കൂട്ടാളികളെയും നഷ്ടമാവുകയും ചെയ്തതായി അദ്ദേഹത്തിൻ്റെ രേഖകളിൽ കാണുന്നുണ്ട്. അങ്ങനെ ചൈനയിലേക്കുള്ള മാർഗമധ്യേ 9 മാസം മാലിദ്വീപിൽ താമസിക്കുകയും അവിടെ ഖാസിയായി ജോലി നോക്കുകയും ചെയ്തു. ഇക്കാലത്ത് മാലിദ്വീപിലെ ഉമർ 1 രാജാവിൻ്റെ മകളെ അദ്ദേഹം വിവാഹവും ചെയ്തു. അവിടെ രാഷ്ട്രീയ പ്രതിസന്ധി രൂപപ്പെട്ടപ്പോൾ ചൈനയിലേക്ക് തിരിക്കുകയായിരുന്നു. അവിടെ നിന്ന് വീണ്ടും മക്കയിലേക്ക് സഞ്ചാരവും നടത്തി. പിന്നീട് നാട്ടിലേക്ക് പുറപ്പെട്ട അദ്ദേഹം സ്പെയിൻ, കൊറഡോവ, തുർക്കി, ബൾഗേറിയ, റഷ്യ തുടങ്ങിയ സന്ദർശിച്ചു. മറ്റു ചില ഭാഗങ്ങളിൽ കൂടി ചുറ്റിക്കറങ്ങിയ ശേഷം അദ്ദേഹം മൊറോക്കോ ഭരണാധികാരി ആയിരുന്ന അബു ഇനാന്റെ ആസ്ഥാനമായ ഫാസ് നഗരിയിൽ 1354 സ്ഥിരതാമസമാക്കി. അപ്പോഴേക്കും തൻ്റെ മാതാപിതാക്കൾ ഇഹലോകവാസവും വെടിഞ്ഞിരുന്നു. അങ്ങനെ
അബു ഇനാൻ്റെ ആവശ്യപ്രകാരമാണ് തൂഫത്തുൽ അള്ളാർ ഫി ഗറാബീൽ എന്ന ഗ്രന്ഥം രചിച്ചത്. 19-ാം നൂറ്റാണ്ടിലാണ് ഈ ഗ്രന്ഥത്തെക്കുറിച്ച് പുറലോകം തന്നെ അറിയുന്നത്. ഈ ഗ്രന്ഥം ജർമ്മൻ, പോർച്ചുഗീസ്, ഫ്രഞ്ച്, ഇംഗ്ലീഷ് ഭാഷകളിൽ വിവർത്തനം ചെയ്തിട്ടുണ്ട്. 1377 ടാൻജിയാറിൽ വെച്ച് അദ്ദേഹം മരിക്കുകയും ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഇന്ത്യൻ സന്ദർശനത്തെക്കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ വിശദമായി പ്രതിപാദിക്കുന്നുണ്ട്. മലബാറിൻ്റെ ചരിത്രത്തിൽ ഇബ്നു ബത്തൂത്തയുടെ സ്ഥാനം മഹനീയമാണ്. കുറ്റിച്ചിറയിലെ മിഷാൽ പള്ളി, കേരളത്തിലെ ഉൾനാടൻ ജലപാത, തൊട്ടുകൂടായ്മയടക്കമുള്ള കേരളത്തിൻ്റെ ആചാരങ്ങൾ, നാളികേരമടക്കമുള്ള ഫലങ്ങൾ തുടങ്ങിയ അദ്ദേഹം തൻ്റെ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഓരോ സ്ഥലം സന്ദർശിക്കുമ്പോഴും അവിടുത്തെ ആളുകളെ നേരിൽ കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയിരുന്നു. ഭാഷ, ശൈലി, ജനസംഖ്യ, ജീവിതരീതി, മതങ്ങൾ, സംസ്കാരങ്ങൾ, വരുമാനമാർഗം തുടങ്ങി സർവ്വതും രേഖപ്പെടുത്തി ഇവയെല്ലാം സമാഹരിച്ച് ഒരു ഗ്രന്ഥം രചിക്കുക എന്നതിലപ്പുറം ഇത്തരം അമൂല്യമായ വിവരങ്ങൾ മാലോകർക്ക് കൈമാറുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ വിശേഷങ്ങളും പുതിയ വീഡിയോകളുമായി വീണ്ടും കാണാം. ഇറ്റ്സ് മീ അഷ്കർ മലബാർ, സൈനിങ് ഓഫ്.